നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, എല്ലാവരുടെയും നെഞ്ചു തകർത്തുകൊണ്ടുള്ള ഒരു അപകടമാണ് കുവൈത്തിൽ സംഭവിച്ചത്. 50 പേരോളമാണ് ആ ഒരു അപകടത്തിൽ മരിച്ചത്. അതിൽ കൂടുതൽ ആളുകളും മലയാളികളാണ്. ഏതായാലും ആ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ മറ്റു ദുഃഖങ്ങളെല്ലാം മാറി വരുന്നേയുള്ളൂ. അതിന്റെ നടുക്കത്തിൽ നിൽക്കുമ്പോഴാണ് അതിൽ ചില രാഷ്ട്രീയ ഇടപെടലുകളും വിമർശനങ്ങളും എല്ലാം ഉയരുന്നത്. ഏതായാലും രാഷ്ട്രീയ ലാഭത്തിനായുള്ള ഇടപെടലാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് വി മുരളീധരൻ ഈ വിഷയത്തിൽ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. പ്രവാസികളോട് എന്തെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ പ്രവാസികളെ കൂട്ടി മുഖ്യമന്ത്രി അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. കേന്ദ്ര സർക്കാർ ആവശ്യമായ കാര്യങ്ങൾ നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ തടയിടരുതെന്നും വി മുരളീധരൻ പറഞ്ഞു. സമീപകാലത്ത് കടന്നുപോയിട്ടുള്ള വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. പ്രവാസ ലോകത്ത് ഇന്ത്യക്കാർക്ക് നേരിടേണ്ടി വന്ന വലിയൊരു ദുരന്തമാണ് കുവൈറ്റിൽ ഉണ്ടായത്. 45 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ 23 മലയാളികൾ ഉണ്ടായിരുന്നു. വളരെ ദുഃഖകരമായ കാര്യമാണ് അവിടെ ഉണ്ടായത്. കേന്ദ്ര സർക്കാർ ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെടലുകൾ നടത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചുമതലയേറ്റ 2ാം ദിവസം വിദേശകാര്യ സഹമന്ത്രി നേരിട്ട് കുവൈറ്റിലെത്തി. ഇന്ത്യക്കാർ ചികിത്സയിലിരിക്കുന്ന എല്ലാ ആശുപത്രികളും സന്ദർശിച്ച് വ്യക്തിപരമായി ഓരോരുത്തരോടും സംസാരിച്ചു. കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ചികിത്സയിൽ ഇരിക്കുന്നവർക്കും ആവശ്യമുള്ള നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികളും ചെയ്തു. പ്രവാസികളോട് എന്തെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കും മുമ്പ് കേരളത്തിൽ വ്യവസായികൾക്ക് മുഖ്യമന്ത്രി അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു എന്നും അതുകൊണ്ട് കുറച്ചെങ്കിലും വിവേകം മുഖ്യമന്ത്രി കാണിക്കേണ്ടതായിരുന്നു. കാര്യങ്ങൾ ഏറ്റവും സുഗമമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിൽ പോകാനുള്ള അനുമതി നൽകിയില്ല എന്നാണ് ഇപ്പോഴത്തെ പരാതി. മന്ത്രി കുവൈറ്റിൽ എന്തിനാണ് പോകുന്നത്? അവിടെ പോയിട്ട് എന്താണ് ചെയ്യാനുള്ളത്? കേന്ദ്ര വിദേശകാര്യ മന്ത്രി അവിടെ എത്തി എല്ലാ കാര്യവും ക്രമീകരിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തെ വിവേചിച്ച് കണ്ടിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി നിങ്ങൾ ഞങ്ങൾ എന്നുള്ള പ്രയോഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും ഇതും ശരിയല്ല. സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും പോകേണ്ടത് മരണപ്പെട്ടവരുടെ വീടുകളിലേക്കാണ്. സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അവരുടെ വീടുകളിലൊന്നും സംസ്ഥാന മന്ത്രിമാരെ ഒന്നും കണ്ടില്ല. ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് ചൂണ്ടിക്കാട്ടാം. ദുരന്തം സംഭവിച്ച് ഏറ്റവും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചു. ദുരന്തത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റിവെക്കാനുള്ള വിവേകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു.